ഈ +2 തലത്തിൽ ബയോളജി പഠിച്ച കുട്ടികൾക്ക് എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ സാധ്യതകളാണുള്ളത്? ആ സാധ്യതകളെക്കുറിച്ച് വിശദമായിട്ട് പറയുമ്പോൾ അതൊന്ന് കാറ്റഗറൈസ് ചെയ്താൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സെലക്ഷനും കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. നമ്മൾ കോഴ്സുകൾ എടുക്കുമ്പോൾ ചില ആളുകളുണ്ടാവും, ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ഒന്നും വേണ്ട, പ്രൊഫഷണൽ കോഴ്സുകളും പാരാമെഡിക്കൽ കോഴ്സുകളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു കാരണം എൻട്രൻസ് എന്നുള്ളൊരു കടമ്പയായിരിക്കും. അതൊരു ബാലികേറാ മലയായിട്ട് തോന്നിയത് കൊണ്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും. ആ ധാരണ ഒരു അർത്ഥത്തിൽ തെറ്റാണ്, പക്ഷെ അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്, ചില ആളുകളുണ്ടാവും കുറച്ചുകൂടി വ്യത്യസ്തമായ കരിയറുകളിലേക്ക് എത്തണം, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ പോയി പഠിച്ച് അവിടുത്തെ ഒരു അടിച്ചുപൊളി ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, ഇത്തരം കാര്യങ്ങൾ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഉണ്ടാവും എന്നതുകൊണ്ട്, ഒരു വൈബ് ഉണ്ടാവും എന്നതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആളുകളുണ്ടാവും. അതേസമയത്ത് ഈ പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ്, അലൈഡ് സയൻസ് കോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഒരു സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അവിടെ ആകുമ്പോൾ അങ്ങനെ വലിയൊരു വൈബൊന്നുമില്ല, ഒരു രസമൊന്നുമില്ല, ആർട്സ് ഡേ, സ്പോർട്സ് ഡേ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല, ഫുൾ ടൈം പഠിപ്പാണ് എന്നത് ചിന്തിച്ച് അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് പല ആളുകൾ അത്തരം കോഴ്സുകൾ ഒഴിവാക്കുന്നത്. രണ്ടാമത്തത് ഈ എൻട്രൻസ് എന്ന് പറഞ്ഞൊരു കടമ്പ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാ ഡിഗ്രികൾ പ്രിഫർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ആ കാറ്റഗറിയെക്കുറിച്ചാണ്. ഡിഗ്രികൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ബയോളജിയോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ബയോളജി ഇൻട്രസ്റ്റ് തന്നെ, ബയോളജിയോട് കൂടുതൽ താല്പര്യം, ബയോളജി മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്ന കോഴ്സുകളുണ്ട്. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. ഇനി ബയോളജി അല്ലെങ്കിൽ പിന്നെ കെമിസ്ട്രിയോ ഫിസിക്സോ വേണമെങ്കിൽ എടുക്കാം. ദെൻ ഡിഗ്രി പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സും അതിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാണ് നന്നാവുക. നമ്മൾ ബയോളജി ഫോക്കസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ ഡിഗ്രികൾ വെച്ച് നോക്കുമ്പോൾ ഡിഗ്രികൾ ഒരു 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഈ 4 കാറ്റഗറി കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്കൊരു ധാരണ ഉണ്ടാവും, കോഴ്സ് എടുക്കുന്നതിന് ഒരു ധാരണ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്യുവർ സയൻസ് ആണ്. ഈ പ്യുവർ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ ട്രഡീഷണൽ പ്രോഗ്രാമുകളെന്നോ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഒരു വലിയ വ്യത്യസ്തത ഒന്നും ഇല്ലാത്ത, പൊതുവേ കാലാകാലമായിട്ട് കേട്ടു പോകുന്നൊരു കോഴ്സുകളാണ് ബോട്ടണിയും സുവോളജിയും. ബോട്ടണിയും സുവോളജിയും ബയോളജി ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് അതൊരു ടീച്ചിങ് പ്രോഗ്രാമാണ്, അതല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആണ് എന്ന ചിന്താഗതിയാണുള്ളത്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ പ്യുവർ സയൻസ് ഗ്രൂപ്പിൽ പെടുത്തിയതെന്നറിയോ? ഈ പ്യുവർ സയൻസിൻ്റെ ഒരു പ്രത്യേകത, അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ദെൻ അതുപോലെ ജിയോളജി ആയാലും അങ്ങനത്തെ എന്ത് കോഴ്സിൻ്റെയും പ്യുവർ സയൻസ് കോഴ്സുകളുടെ പ്രത്യേകത അതിൻ്റെ ഓപ്പണിങ്സ് ഭയങ്കര കൂടുതലാണ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു അപ്ലൈഡ് സയൻസ് പ്രോഗ്രാമുകൾ എന്ന് പറയും. ആപ്ലിക്കേഷൻ ലെവലിൽ പ്രാക്ടിക്കലി കുറേയുള്ള, റിലേറ്റീവ്ലി പ്യുവർ സയൻസിനേക്കാൾ കുറച്ചുകൂടി ഒരു ജോബ് ഓറിയൻറ്റേഷൻ കൂടുതലുള്ള, വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ സ്കോപ്പുള്ള, റിസർച്ച് സ്കോപ്പുകളുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി പോലുള്ള പ്രോഗ്രാമുകൾ ആ ഗണത്തിൽപ്പെടുത്താവുന്ന. പക്ഷേ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇപ്പോൾ സുവോളജി എടുത്തു നോക്ക്. സുവോളജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-200 ടൈപ്പ് വ്യത്യസ്തമായ കോഴ്സുകളിലേക്ക് പോവാം. മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക, ഒരു MLT റേഡിയോളജി ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്പെസിഫിക് മേഖലയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്നതിനപ്പുറത്തേക്ക് ഫോക്കസ്ഡ് ആണെങ്കിൽ, ലോങ് ടൈം പ്ലാൻ വെച്ച്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ വെച്ചൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ, നിങ്ങൾ കണ്ടന്റ് പഠിക്കാൻ റെഡി ആവുകയാണെങ്കിൽ സുവോളജിയിൽ രസകരമായ ഓപ്പണിങ്സ് ഉണ്ട്. അതെങ്ങനെയാണ്? സുവോളജിയും ബോട്ടണിയും നമ്മളൊരു 5, വീണ്ടും അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സുകൾ. നമുക്ക് ഹിസ്റ്റോപാത്തോളജി, ക്ലിനിക്കൽ പെർഫ്യൂഷൻ, ദെൻ അതുപോലെ ബ്ലഡ് ബാങ്കിങ്, ഡയാലിസിസ് ഒക്കെ പോലുള്ള കോഴ്സുകൾ ഷോർട്ട് ടൈം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളായിട്ട് പഠിച്ച് വേഗം ജോലിയിലേക്ക് നമുക്ക് കയറാം. ഇതൊന്നും അല്ലാത്ത, പാരാമെഡിക്കൽ അല്ലാത്ത ഇൻഡസ്ട്രി ലിങ്ക്ഡ് ആയ കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പ്ലൈവുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുക്കുന്ന പ്ലൈവുഡ് ടെക്നോളജി, വുഡ് പാനൽ പ്രൊഡക്ഷൻ ടെക്നോളജി എന്നാണ് ആ സത്യത്തിൽ ആ കോഴ്സിൻ്റെ പേര്. അങ്ങനത്തെ ഒരു കോഴ്സൊക്കെ രസകരമായ വ്യത്യസ്തമായ കോഴ്സുകളൊക്കെ എടുത്ത് ഷോർട്ട് ടൈം ജോബ് ഓറിയൻറ്റഡ്. മറ്റൊന്ന് മാസ്റ്റേഴ്സ് സ്പെസിഫിക് പ്രോഗ്രാമുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സുവോളജി കഴിഞ്ഞാലും ബയോടെക്നോളജിയിലേക്ക് പോകാം, സുവോളജി കഴിഞ്ഞാലും മൈക്രോബയോളജിയുടെ മാസ്റ്റേഴ്സ് എടുക്കാം, സുവോളജി കഴിഞ്ഞാലും വേണമെങ്കിൽ ഫുഡ് സയൻസ്, വേണമെങ്കിൽ ഫുഡ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ എടുക്കാം. സ്പെസിഫിക് ആയിട്ട് അങ്ങനെ വരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഹിസ്റ്റോപാത്തോളജി, ക്ലിനിക്കൽ എംബ്രിയോളജി, മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ഇതെല്ലാം. ദെൻ അതിനു പുറമെ എൻവയൺമെൻറ്റൽ സയൻസ് ഒക്കെ പോലുള്ള വളരെ രസകരമായ ഏതാണ്ട് ഒരു 10-50 കോഴ്സുകൾ നമുക്ക് ഈ സുവോളജി കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ നോക്ക്, നിങ്ങൾ MLTയോ റേഡിയോളജിയോ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളിൽ നിന്ന് ഡൈവേഴ്സായ, വ്യതിരിക്തമായ ഒരുപാട് ഓപ്ഷൻസിലേക്ക് മാറാം. പലപ്പോഴും ഈ പാരാമെഡിക്കൽ, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുടെ ഒരു പ്രത്യേകത, അതിന് ഒരു ഡൈവേഴ്സ് ഓപ്ഷൻസ് ഉണ്ടാവും. കൈൻഡ് ഓഫ് ടേമിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കോഴ്സുകൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആണ്, വളരെ ഡൈവേഴ്സായ ഓപ്ഷൻസ് ഉണ്ടാവില്ലേ.
കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ MLT ഒക്കെ വേണമെങ്കിൽ പറയാം. കാരണം MLT നിന്ന് കുറേ ഓപ്ഷൻസിലേക്ക് നമുക്ക് പറയാം. അതിന് വിശദമായിട്ട് ആ ഭാഗം പറയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് സുവോളജി കഴിഞ്ഞ് ഷോർട്ട് ടൈം കോഴ്സുകൾ, അത് ബോട്ടണിയിലും പ്രായോഗികമാണ്, ബോട്ടണിയിലും അങ്ങനെ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യാം. ദെൻ അതുപോലെ അത് കഴിഞ്ഞിട്ട് സ്പെസിഫിക് പ്രോഗ്രാമുകൾ, മാസ്റ്റേഴ്സ്, അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ ഓപ്പൺ ടു ഓൾ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് MBA ചെയ്യാം, MSW ചെയ്യാം, LLB ചെയ്യാം, MHRM ചെയ്യാം, ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള ഓപ്ഷൻസ് എടുക്കാം. അപ്പോൾ നിങ്ങൾ നമുക്കൊരു ഡിഗ്രി എടുക്കുമ്പോൾ വളരെ വ്യാപകമായ രസകരമായ വൈവിധ്യങ്ങളിലേക്ക് പോകാൻ പറ്റും എന്നതാണ് ഒന്നാമത് ഇത്തരം ട്രഡീഷണൽ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ പ്യുവർ സയൻസ് പ്രോഗ്രാമുകളുടെ പ്രത്യേകത. ഇനി ഈ പ്യുവർ സയൻസ് പ്രോഗ്രാമുകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു റിസർച്ച് ടീച്ചിങ് ആണ് അതിൻ്റെ കോർ ഏരിയ. നമുക്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അതൊരു അക്കാഡമിയ ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ റിസർച്ച് ഒരു ജോബാണ്. എന്ന് വെച്ചാൽ നമ്മൾ മാസ്റ്റേഴ്സൊക്കെ ഇവിടെ പഠിച്ചു കഴിഞ്ഞ്, അപ്പോൾ സുവോളജി കഴിഞ്ഞ് നമ്മൾ എൻവയൺമെൻറ്റലോ ഫുഡ് സയൻസോ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ അങ്ങനത്തെ ഏതെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ഫെലോഷിപ്പ് പുറത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഈ സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഹയർ സ്റ്റഡീസ് നല്ല സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് GBILS എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, ജോയിൻറ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം ഫോർ ബയോളജി ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ലൈഫ് സയൻസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ബയോളജിക്കൽ സയൻസിൽ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 30-ലധികം പ്രീമിയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, സെൻറ്റർ ഫോർ സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, നൈസർ, ഇങ്ങനെ നല്ല രസമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഫെലോഷിപ്പ് പുറത്തേക്ക് കിട്ടും. നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ഫെലോഷിപ്പിന് പോകുന്നു. ഇത് അവസരമാക്കി അവിടെ പോയി PhD പോസ്റ്റ് ഡോക്ക് ഒക്കെ ചെയ്ത് നേരെ ജോബിലേക്ക് എന്ത് ചെയ്യാം. ഈ ജോബുകൾ എങ്ങനെയാണ് വരിക? ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ, ബയോ എഞ്ചിനീയറിംഗ് കമ്പനികൾ, സിന്തറ്റിക്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, രസകരമായ ഒരുപാട് കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ്. ബോട്ടണി കഴിഞ്ഞാലും എന്താ, പക്ഷേ ബോട്ടണി സുവോളജി കമ്പയർ ചെയ്യുമ്പോൾ ബോട്ടണിയേക്കാൾ കുറച്ചുകൂടി ഓപ്ഷൻസ് കൂടുതലുള്ളത് സുവോളജിക്കാണ്. അപ്പോൾ പ്യുവർ സയൻസ് പറഞ്ഞു. ഇനി അപ്ലൈഡ് സയൻസിൽ എന്താ? അപ്ലൈഡ് സയൻസിൻ്റെ പ്രത്യേകത, പുറത്തേക്ക് കൂടുതൽ റിസർച്ച് ഓപ്പണിങ്സ് പ്യുവർ സയൻസിനേക്കാൾ കൂടുതലുള്ളത് അപ്ലൈഡ് സയൻസിലാണ്. ഈ അപ്ലൈഡ് സയൻസിൽ തന്നെ ജോബ് ഓപ്പണിങ്സ് ഉണ്ട് രസകരമായി. അത് കഴിഞ്ഞാൽ തന്നെ ജോബ് കിട്ടും. നമ്മൾ ഈ സുവോളജിയും ബോട്ടണിയും കഴിഞ്ഞ കോഴ്സുകളിൽ ഒന്ന് നമ്മൾ പറഞ്ഞ ഡിപ്ലോമ പറഞ്ഞു, 2 മാസ്റ്റേഴ്സിൽ സ്പെസിഫിക് പറഞ്ഞു, ഓപ്പൺ ടു ഓൾ പറഞ്ഞു. മറ്റൊരു സാധനം എന്താണെന്നറിയോ? ഗവൺമെൻറ് ജോബുകൾ കിട്ടും. ഇപ്പോൾ സുവോളജി പഠിച്ച ഒരാൾക്ക് ഫോറൻസിക് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം എഴുതി അക്കാര്യത്തിൽ അതിന് പോവാം. അതുപോലെ ഈ നമ്മൾ സാധാരണ വലിയ ലാബുകളിലെ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് കയറാം. അങ്ങനത്തെ ഓപ്പണിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ജോബ് ഉണ്ട്. ദെൻ റിസർച്ച് ഓപ്പണിങ്സ്, രസകരമായ റിസർച്ച്, GBILS ഒക്കെ എഴുതിയിട്ട്, അതുപോലെ തന്നെ ഈ CSIR ടെസ്റ്റ് ഒക്കെ എഴുതി JRF ഒക്കെ എടുത്ത് ഇന്ത്യയിൽ റിസർച്ച്, പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ്, വിദേശ ഫെലോഷിപ്പുകൾ, ഇങ്ങനെ നമുക്ക് രസകരമായ ഒരു 5 ടൈപ്പ് ഓഫ് മേഖലകൾ നമുക്ക് കിട്ടും. ഇനി അപ്ലൈഡ് സയൻസിൽ എന്താ? മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി പോലുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. FSO എന്ന് പറഞ്ഞൊരു സാധനം, ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞ ജോബ് ഇന്ത്യയിൽ ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, കേരളത്തിൽ PSC ആണത് വിളിക്കുന്നത്, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി ഒക്കെ പഠിച്ച ആളുകൾക്ക് ആ ഡിഗ്രി വെച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫോറൻസിക് അസിസ്റ്റൻ്റ് ആയിട്ട്, ലാബ് അസിസ്റ്റൻ്റ് ആയിട്ട്, ഇങ്ങനത്തെ കുറേ ജോബുകൾ സ്പെസിഫിക് ആയിട്ട് അതിനുണ്ട്. സാധാരണ മെഡിക്കൽ ലാബുകളിൽ ഇത്തരം ഡിഗ്രിക്കാർക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കി ആ ജോബുകൾ കിട്ടും. ദെൻ ഹയർ സ്റ്റഡീസിൽ വളരെ സ്പെസിഫിക് ആയ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അപ്ലൈഡ് സയൻസുമായിട്ട് കണക്റ്റഡ് ജനറൽ ആയതോ പോവാം. എൻവയോൺമെൻറ്റൽ സയൻസ് പോലെ, ഹിസ്റ്റോപാത്തോളജി പോലെ, ക്ലിനിക്കൽ എംബ്രിയോളജി പോലെ, ബയോടെക്നോളജി, ആസച്ചോ, മൈക്രോബയോളജി, അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻസ് എടുക്കാം. ഇതാണ് പ്യുവർ സയൻസ് കഴിഞ്ഞാൽ പിന്നെ ഈ അപ്ലൈഡ് സയൻസിൻ്റെ പ്രസക്തി. മറ്റൊന്ന്, ഇനി നോക്ക്, ചില കുട്ടികൾ എന്നോട് വന്നിട്ട് പറയും, സാറേ നമുക്ക് ഞാൻ ബയോളജിയോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ എനിക്കതിലിങ്ങനെ സാധാരണ ഡിഗ്രികൾ എടുക്കുന്നതിനേക്കാൾ പഠിച്ച് വേഗം ജോലി കിട്ടുന്ന കോഴ്സുകൾ കിട്ടണം. ചെറിയ ചെറിയ ആഡ് ഓണൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് കാലം പഠിക്കേണ്ടി വരരുത്. എന്നാൽ ഈ പ്രൊഫഷണൽ കോളേജുകളാണ്, കാരണം പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുമ്പോൾ ഭയങ്കര സീരിയസ് അറ്റ്മോസ്ഫിയർ ആണ്, ഒരു വൈബ് ഉണ്ടാവില്ല. അതിനകത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു വൈബ് ഉണ്ട്, എന്നാലൊരു പ്രൊഫഷണൽ സ്റ്റൈലും ഉണ്ടാവും, അല്ലെങ്കിൽ പഠിച്ച് ജോലി ആക്കാനും പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടികളോട് പറയാം, ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സും ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും ആ ഗണത്തിൽ പെടാൻ പറ്റുന്ന സെമി പ്രൊഫഷണലാണ്. ഇപ്പോൾ മാത്സ് ഓറിയൻറ്റേഷനുള്ള കുട്ടികളോട് ഞാൻ BCA BSc കമ്പ്യൂട്ടർ സയൻസ് പറയാറുണ്ട് കേട്ടോ. സത്യത്തിൽ ഈ BCA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് ഇല്ലെങ്കിലും പഠിക്കാം, ആർക്കും പഠിക്കാം.
നമ്മൾ സാധാരണ ഒരു ബ്രിഡ്ജ് പ്രോഗ്രാമൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ്. അത്തരം താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഡിഗ്രിയിൽ പെട്ടെന്നൊരു ജോലി കിട്ടുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ അല്ലെങ്കിൽ ഡിഗ്രികൾ തന്നെ പ്രൊഫഷണലായ ജോബ് ഓറിയൻറ്റഡ് ആവണം, സെമി പ്രോ ആണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് വേണമെങ്കിൽ BCM BSc കമ്പ്യൂട്ടർ സയൻസും പറയാം, മാത്സ് ഇല്ലെങ്കിലും പഠിക്കാവുന്നതാണ്. 4ാമത്തെ ടൈപ്പ് കോഴ്സ് ഉണ്ട്, അതെന്താണെന്ന് പറയുക BVOC എന്ന് പറയും. ചില കുട്ടികളുണ്ട് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, ഇതിങ്ങൾക്ക് മെനക്കേടാണത്. പുസ്തകം കണ്ട അപ്പോൾ ഉറക്കം വരുന്ന ടീമൊക്കെ ഉണ്ട്. എനിക്കുണ്ടായിരുന്നു തന്നെ ബുക്ക് കെമിസ്ട്രി എന്ന് കേട്ടാൽ മതി ആൾക്ക് ഉറക്കം വരും. ഇങ്ങനത്തെ തിയററ്റിക്കൽ സ്റ്റഡീസിനോട് തീരെ താല്പര്യമില്ലാത്ത, പ്രാക്ടിക്കലായ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത, എൻട്രൻസ് കടമ്പകൾ കടക്കാൻ പറ്റാത്ത നമ്മൾ സാധാരണ ബിലോ ആവറേജ് എന്ന് സ്വയം കരുതുന്ന കുട്ടികൾ, സത്യത്തിൽ അങ്ങനൊന്നും ആയിരിക്കില്ല. അവർക്ക് വളരെ സ്പെസിഫിക് ആയ ഫോക്കസ്ഡ് ആയ ഒരുപാട് സ്കിൽസ് ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ കോഴ്സുകൾ നല്ലതാണ്. BVOC പ്രോഗ്രാമുകൾ, BVOCിൽ തന്നെ ഡയാലിസിസ് ഉണ്ട്, BVOCിൽ തന്നെ ലാബ് ടെക്നോളജി ആയിട്ട് കണക്റ്റഡ് ഉണ്ട്. അങ്ങനത്തെ BVOC പ്രോഗ്രാമുകൾ ബയോളജി കണക്റ്റഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ബയോളജി പഠിച്ച ആളുകൾക്കുള്ള ഡിഗ്രി തലത്തിൽ പഠിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായത്. ഡിഗ്രികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്താ പറയാമെന്നറിയോ, ഡൈവേഴ്സിറ്റി ഒരുപാടുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വിവിധങ്ങളായ വ്യത്യസ്ത മേഖലകളിലേക്ക് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പോലും കഴിയാത്ത രസകരമായ മേഖലകളിലേക്ക് നമുക്ക് എത്താവുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബയോളജി പഠിച്ച ആൾക്ക് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആവാം. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഫോറൻസിക് സയൻറ്റിസ്റ്റ് ആവാം. നിങ്ങൾ ഫോറൻസിക് സയൻസ് പഠിക്കണ്ട, ബയോളജിക്കൽ സയൻസ് പഠിച്ചിട്ട് ഫോറൻസിക് സയൻസിലേക്ക് മാറിയാൽ മതി. ഫോറൻസിക് സയൻസിൻ്റെ എന്ന ജോബ് കിട്ടാൻ ഫോറൻസിക് സയൻസ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ബയോളജി പഠിച്ചിട്ട് ഫോറൻസിക് അസിസ്റ്റൻറ്റോ ലാബ് അസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നതാണ്. ഇനി ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് മേഖലകളിലേക്ക് വരാം, ബയോടെക്നോളജിയിലേക്ക് വരാം, ജെനറ്റിക്സിലേക്ക് വരാം, ഹിസ്റ്റോപാത്തോളജി, ഇങ്ങനെ ഭയങ്കര രസകരമായ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഈ ബയോളജി വെച്ചുകൊണ്ട് കയറാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ഡിഗ്രികൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് ആലോചിച്ച് ഈ 4 കാറ്റഗറിയെയും കൃത്യമായി അവലോകനം ചെയ്തിട്ട് വേണം കോഴ്സ് എടുക്കാൻ. അങ്ങനെ എടുത്താൽ തീർച്ചയായിട്ടും വിജയിക്കും. രസകരമായ വൈവിധ്യങ്ങളിലേക്ക് നമുക്ക് എത്താനും പറ്റും. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.